ഹലോ ഫ്രണ്ട്സ്, അജ്മലാണ്. വെൽക്കം ബാക്ക് ടു ജെറ്റ് കൺട്രോൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതായത് വീട്ടിലകത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ കാണും മണി പ്ലാന്റ്. അപ്പോൾ നിങ്ങൾ മണി പ്ലാന്റ് ഒരു സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലിട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഇതേപോലുള്ള കുറച്ച് മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 6 പീസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 9 എണ്ണം വെച്ചും ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പൊക്കം വേണോ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലെ തളിരില മാത്രം വെച്ചിട്ട് ബാക്കി ഇലകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് തരണം. അങ്ങനെ നമ്മൾ മണി പ്ലാന്റിൻ്റെ എല്ലാ പീസും നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ തണ്ടിലെ ഇലയെല്ലാം കളഞ്ഞാണ് ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ തളിരെല്ലാം മണ്ടയത്തെ തളിരലില്ലേ അതെല്ലാം കുട പോലെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഈ കാണുന്ന പോലെ ഒന്ന് നമുക്ക് ടൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഈ കാണുന്ന പോലെ അതിന് വേണ്ടി ഈ കാണുന്ന പോലെ നമ്മളൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ തളിര് ഭാഗമെല്ലാം നല്ല ഇതേപോലെ കുട പോലെ വരുന്ന രീതിയിൽ നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ച് ടൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അലൂമിനിയം കമ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടൈയോ അങ്ങനെ കെട്ട് കമ്പിയോ എല്ലാം യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഈ തണ്ട് ഇറുകി പോകാത്ത രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈ ചെയ്തെടുക്കുക. അതായത് ഇറുകി പോകല് മുറിഞ്ഞു പോകല് തണ്ട് ആ രീതിയിൽ ഒന്ന് ടൈ ചെയ്തെടുക്കുക. അച്ഛന്മാരപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് താണ്ട് ഈ കോമ്പിനേഷനിലൊന്ന് തിരിച്ചെടുക്കാം. അതായത് 3 ജോഡിയായിട്ട് തിരിച്ചിട്ട് താണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് പിന്നെ കൊടുക്കണം. അതായത് ഈ താഴെ ഭാഗം വരെ ഒന്ന് പിന്നെ എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ 3, 6, 9 ആ രീതിയിൽ കോമ്പിനേഷൻ എടുക്കാൻ പറഞ്ഞത് ഈ കാര്യത്തിനാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 6 പീസാണ് എടുത്തേക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഈ കട്ടി കിട്ടും. ഇപ്പോൾ 9 പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിക്ക് നമുക്ക് മണി പ്ലാന്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ലഭ്യത എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. കുറച്ചുകൂടെ കനത്തി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ അടിപൊളിയായിരിക്കും. അച്ഛന്മാരപ്പോൾ നമ്മളങ്ങനെ മണി പ്ലാന്റ് എല്ലാം പിന്നി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പിന്നി പോയത് അഴിയായിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് താഴെ കൂടെ ഒന്ന് അലുമിനിയം കമ്പി വെച്ചൊന്ന് ടൈ ചെയ്തെടുക്കുക. ഓക്കെ, ആ ടൈ ചെയ്തതിന് താഴെ കുറച്ച് ഭാഗം നമ്മൾ പിന്നാതിട്ടിട്ടുണ്ട്. അതായത് അത് നമ്മൾ വെള്ളത്തിടുന്നല്ലേ മണി പ്ലാന്റ്, അപ്പം വേര് പിടിക്കാൻ വേണ്ടിയാണ് ആ ഭാഗം പിന്നാതിട്ടേക്കുന്നത്. മച്ചന്മാരപ്പോൾ നമ്മൾ ചെയ്തെടുത്ത മണി പ്ലാന്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു അലൂമിനിയം റോഡ് എടുത്തിട്ടുണ്ട്. അതായത് അപ്പോൾ നിങ്ങൾ മണി പ്ലാന്റ് എത്ര നീളമുണ്ടോ ആ നീളവും പിന്നെ ഒരു 20 സെൻറ്റിമീറ്ററോടെ നീളത്തിൽ എടുക്കുക.
ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഈ അലുമിനിയം റോഡിൻ്റെ ഒരു 20 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ദാണ്ട് ഇതേപോലെ ഒന്ന് എൽ ഷേപ്പിലൊന്ന് കർവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അതായത് നമുക്ക് ഈ കമ്പി ഈ ബൗളിൽ വെക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ കാണുന്ന പോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വളച്ചെടുക്കുക. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ അലുമിനിയം റോഡ് താണ്ട് ഈ റൗണ്ട് ഷേപ്പിൽ വളച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബൗളിൽ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ വളച്ചെടുത്തത്. ഓക്കെ, ഇനി ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള പാർട്ടെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അച്ഛന്മാരെ ഇനി നമുക്ക് ബാക്കിയുള്ള അലൂമിനിയം റോഡ് ഒരു 6 ആഗ് ഷേപ്പിൽ ഒന്ന് വളച്ചെടുക്കണം. അതായത് ഒരു എസ് ഷേപ്പിൽ ഒന്ന് വളച്ചെടുക്കണം. അവിടെ ഈ കാണുന്ന പോലെ. അതായത് നമ്മളെ മണി പ്ലാന്റ് താണ്ട് ഈ എസ് ഷേപ്പ് ആക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ വളച്ചെടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വളച്ചെടുത്ത അലുമിനിയം കമ്പിയും നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മണി പ്ലാന്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മളിപ്പം കുറേ അലുമിനിയം കമ്പിയുടെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മണി പ്ലാന്റും നമ്മുടെ അലൂമിനിയം റോഡും എല്ലാം കറക്റ്റ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ വേണ്ട ഷേപ്പിലൊന്ന് കറക്റ്റ് വളച്ചെടുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 6 ആഗ് ഷേപ്പിലാണ് എടുത്തേക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബൗളിൽ ഇതൊന്ന് പ്ലേസ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് കല്ലെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ ഇടുന്ന വലിയ കല്ലും ചെറിയ കല്ലും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ബൗളിലോട്ട് ഇറക്കി വെച്ചിട്ട് വലിയ കല്ല് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വലിയ കല്ല് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വലിയ കല്ല് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കല്ല് വെച്ച് കൊടുത്താൽ കറക്റ്റ് അത് ആടാതിരുന്നോളും. അങ്ങനെ അത് കറക്റ്റ് ഉറച്ചിരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് അറിയുക. ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇതിൽ നല്ലൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്മൽ, സൈനിങ് ഔട്ട്.